ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ട്രേഡിംഗ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി നോക്കുക. ഓക്കെ, ഈ വാർണിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. വെറുതെ സ്കിപ്പ് ചെയ്ത് വിടരുത്, വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് പോട്ടെ. നമ്മളിന്ന് എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ഞാൻ പറയാം, നമ്മൾ കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് അൽഗോ ആണ് തന്നിരുന്നത്. അൽഗോ തന്നിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 24 hours അത് ഇടും. ഞാനത് നിങ്ങൾക്ക് 1% നിങ്ങൾ എടുത്താൽ മതി, നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 1% എടുത്താൽ മതി, അല്ലെങ്കിൽ 2% എടുത്താൽ മതി എന്ന് പറഞ്ഞാലും നിങ്ങളെന്ത് ചെയ്യും? അങ്ങ് 100% കിട്ടട്ടെ, 50% കിട്ടട്ടെ, 25% കിട്ടട്ടെ എന്ന് വിചാരിച്ചിടുന്നു. അതുപോലെ തന്നെ കറക്റ്റ് അല്ലാത്ത സമയത്ത് ഇടുന്നു. അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയുള്ള പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ലോസ് വരാനും അല്ലെങ്കിൽ നെഗറ്റീവ് വരാനും ഒക്കെ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പരിധി വരെ, ഓക്കെ, എൻഡ് ഓഫ് ദി ഡേ മാർക്കറ്റാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഒരു പരിധി വരെ എന്താ പറയുക, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് കൊണ്ടുവരാൻ ഞാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെയാകുമ്പോൾ എന്താ, ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എന്താവും, ട്രേഡിങ് കാര്യങ്ങൾ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് നിങ്ങൾ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, സിസ്റ്റം ഓൺ ചെയ്ത് ഫുൾ ടൈം ഇരിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് മാത്രം ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്ലിയർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ എക്സാമിൻ്റെ അക്കൗണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ പറയാം, ഒന്നും കൂടെ പറയാം, വാൻറ്റേജും എക്സമും മാത്രമേ നമ്മളിപ്പോൾ കോപ്പി ട്രേഡിംഗ് ചെയ്യുന്നുള്ളൂ. വാൻറ്റേജിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടാം. ഓക്കെ, ഇത് എക്സാമിൻ്റെ വീഡിയോ ഇന്നിടുന്നു. ഓക്കെ, അപ്പോൾ വാൻറ്റേജിലും എക്സാമിനും മാത്രം. കാരണം എക്സ്എൻഎസ് എന്ത് ചെയ്യുന്നില്ല, കോപ്പി ട്രേഡിംഗ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്താ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, എക്സാമിൻ്റെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ക്ലിയർ? അതിനുശേഷം നിങ്ങൾ എവിടെ പോകണം? മൊബൈലിലാണെങ്കിൽ ഏറ്റവും താഴെ പോവുക, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലാണെങ്കിൽ ഈ സൈഡിൽ പോവുക. ഇവിടെ കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. ഓക്കെ, കോപ്പി ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതൊന്നും എന്താ പറയുക, 100% സത്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ബോട്ട് ഉപയോഗിച്ചിട്ടും ബൂസ്റ്റ് ചെയ്തിട്ടും അതൊക്കെ നിങ്ങൾ ആൾക്കാരുടെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇവന്മാർ ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ഒരു 99% അങ്ങനെയാണ് എന്ന് വെച്ചാൽ മതി. ഓക്കെ, എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നല്ല കറക്റ്റായിട്ട് ചെയ്യുന്നവരും കറക്റ്റായിട്ട് ഇതാവുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എക്സാമിൻ്റെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, നിലവിൽ എക്സാമിൻ്റെ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, മായാവി എഫ്എക്സ് എന്ന് പറയുന്ന ചാനലുണ്ട്. അതിൽ നോക്കിയേ, ഇവിടെ നോക്കിയേ, എക്സാമിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. നിങ്ങളിത് ക്ലിക്ക് ചെയ്ത് ഈ പാർട്ട്ണർ കോഡും കൂടെ ടൈപ്പ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, നിങ്ങളുടെ നിലവിലുള്ള എക്സാം അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തു. ഇനി നിങ്ങൾ പോകേണ്ടത് ക്രിയേറ്റ് ഇൻവെസ്റ്റർ. ഇവിടെ കണ്ടോ, വേറെ എവിടേക്കും പോകണ്ട, ക്രിയേറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഇവിടെ പോയിട്ട് നിങ്ങൾ ഒരു സബ് അക്കൗണ്ട് ഉണ്ടാക്കണം. ഇൻവെസ്റ്റർ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് പല അക്കൗണ്ടുകളുണ്ടാവും, പല ഐഡികളുണ്ടാവും, പല ഐഡികളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഓക്കെ, സെൻഡ് അക്കൗണ്ട്, അൾട്രാ അക്കൗണ്ട്, അതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ കോപ്പി ട്രേഡ് ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു അക്കൗണ്ടാണ്. ഓക്കെ, സബ് അക്കൗണ്ടാണ്, അതാണ് ഇൻവെസ്റ്റർ അക്കൗണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കി ഹാവ് എ പാർട്ട്ണർ കോഡ്. കണ്ടോ, ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് ഹാവ് എ പാർട്ട്ണർ. ഇവിടെ എൻ്റർ ഹിയർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാർട്ട്ണർ കോഡ് എന്താണ്, മായാവി, ക്യാപിറ്റൽ ലെറ്റർ അല്ലേ, ക്യാപിറ്റൽ ലെറ്ററിൽ മായാവി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ നോക്കി, ഇവിടെ ഡിക്ലെയറിൻ്റെ ഇത് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് എ ഇൻവെസ്റ്റർ അക്കൗണ്ട്. നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കണേ, മായാവി ക്യാപിറ്റൽ ലെറ്റർ കറക്റ്റാണോ? കറക്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കി ഇൻവെസ്റ്റർ അക്കൗണ്ട്. ഓക്കെ, ഇവിടെ ഈ സൈഡിൽ ഇൻവെസ്റ്റർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. ഈ നമ്പർ 88843642. മനസ്സിലാവുന്നുണ്ടോ?
ഇതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റർ അക്കൗണ്ട്. ഈ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? നിങ്ങൾ കോപ്പി ട്രേഡിംഗ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ചെയ്യാം, ബൈനാൻസ് പേ ഉപയോഗിച്ച് ചെയ്യാം, UPI വെച്ചിട്ട് ചെയ്യാം, USDT TRC20 വെച്ച് ചെയ്യാം, ERC20 വെച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്യാം. ഏതിൽ? ഇൻവെസ്റ്റർ അക്കൗണ്ട്. കേട്ടോ, ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എഴുതിയണോ? ഈ അക്കൗണ്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇല്ല, നിങ്ങളുടെ അടുത്ത് ഓൾറെഡി നിങ്ങളുടെ അടുത്തൊരു അക്കൗണ്ട് ഉണ്ട്, ഇതിലുണ്ട്, നിങ്ങൾ എക്സാം ഉള്ളതാണല്ലോ, നിങ്ങളുടെ അടുത്ത് ഏതൊരു ഐഡിയയിൽ നിങ്ങളുടെ എമൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എങ്കിൽ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അക്നോളജ്മെൻറ്റ്, റിക്വസ്റ്റ് ഫസ്റ്റ്. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കി, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഏത് ഐഡിയിലാണ് എമൗണ്ട് ഉള്ളത്? ഓക്കെ, ഈ ഐഡിയിൽ എമൗണ്ട് ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, ജസ്റ്റ് ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ആ ഐഡിയിൽ നിന്ന് മറ്റേ ഐഡിയിലേക്ക് നോക്കാലോ. അക്നോളജ്മെൻറ്റ് കേട്ടോ. ഇപ്പോൾ ഈ ഐഡി വന്നു. ഈ ഐഡിയിൽ നിന്ന് നിങ്ങളുടെ ഇപ്പം നിലവിൽ നിങ്ങൾ ഏത് ഐഡിയ ക്രിയേറ്റ് ചെയ്തേ? 3642 എന്ന് പറഞ്ഞിട്ട് ഐഡിയിലേക്ക്. എന്നിട്ട് എമൗണ്ട് ഫുള്ള് ഇവിടെ എത്ര എമൗണ്ട് വേണ്ട വെച്ചാൽ ആ എമൗണ്ട് വെക്കുക. എന്നിട്ട് ട്രാൻസ്ഫർ കൊടുക്കുക. ഓക്കെ, മിനിമം $5 ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ നിങ്ങൾ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് മെയിൻ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ്? ഇതിപ്പോൾ ഇൻവെസ്റ്ററിൽ നിങ്ങൾ ഈ ഐഡിയിൽ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ സ്ട്രാറ്റജി യൂസർ, ഇവിടെ കണ്ടോ ഒരു സെർച്ച് ബട്ടൺ കണ്ടോ? മൊബൈലിലുണ്ടാവും, എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്. വെബ്സൈറ്റിലാകുമ്പോൾ കുറച്ച് ഇങ്ങനെ വലുതായിട്ടുണ്ടാവും, മൊബൈലിലാകുമ്പോൾ താഴെയായിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. സ്ട്രാറ്റജി യൂസർ നെയിമിൽ പോവുക. ഇവിടെ പോയിട്ട് നിങ്ങൾ മായാവി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഇത് നോക്കിയേ, മായാവി എന്ത് വന്നു? CT7. മനസ്സിലാവുന്നുണ്ടോ? മായാവി CT7 എന്ന് പറഞ്ഞിട്ട് വന്നു. ഇവിടെ നിങ്ങൾ കോപ്പി എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, അലോക്കേറ്റഡ് മൾട്ടിപ്ലർ, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളൂ. ഓക്കെ, ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ എമൗണ്ട് ഉണ്ടാവും. ഓക്കെ, എല്ലാം ഇതുണ്ടാവും, സംഗതി ഓൺ ഫണ്ട് ഉണ്ടാവും, എല്ലാം. അതൊക്കെ നിങ്ങളുടെ മിനിമം $150 എങ്കിലും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഫിക്സഡ് മൾട്ടിപ്ലയറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യരുത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ ഇടുന്ന എമൗണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 0.01 ഞാൻ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ 0.05 ട്രേഡ് അവിടെ ഇട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ, ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താവും? 0.05 ട്രേഡ് എടുത്തു പോവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ഇത് നോക്കിയിരിക്കാൻ അതൊക്കെ ഒരുപാട് എന്താ പറയുക, മിസ്കാൽക്കുലേഷൻ കാര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കുറഞ്ഞ ഇതിലേ ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ 0.01 മാത്രമേ ഞാൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫിക്സഡ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫിക്സഡ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതാണ് മെയിൻ. ഓക്കെ, എന്നിട്ട് കോപ്പി ഓപ്പൺ ട്രേഡ്സ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം ഇത് മാത്രമല്ല. അതാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഫിക്സ്ഡ് മൾട്ടിപ്ലയറിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് മിനിമം $150 നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ട്രേഡിങ് ചെയ്യുമ്പോൾ കൂടുതൽ ക്യാപിറ്റൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഒരു $1000 ഒക്കെ ഇടുകയാണെങ്കിൽ ബെസ്റ്റ്. ഓക്കെ, മിനിമം $500 ഒക്കെ ഇടുകയാണെങ്കിൽ ബെസ്റ്റ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കോപ്പി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കൂടെ രണ്ട് പ്രാവശ്യം കൂടെ നോക്കണം നിങ്ങൾ. ഓക്കെ, നിങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നോക്കിക്കേ, ഇവിടെ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങളിപ്പോൾ കോപ്പിയായി. ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഇതിൽ നിങ്ങൾ കോപ്പിയായി. ഇനി ഞാൻ ഈ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എത്രയാണോ ട്രേഡ് എടുക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, ആ ട്രേഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളും അതിൻ്റെ ഭാഗമാക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമേ ഉള്ളൂ. കോപ്പി ട്രേഡിങ് ചെയ്യുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്.
അതിന് വേറെ തല പുകച്ചോ ഇതാക്കിയിട്ടൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് എത്രയാണ്, ഇത് മാത്രം നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, കഴിയുന്നതും കുറച്ച് കൂടുതൽ ക്യാപിറ്റൽ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ആ മറ്റേ ഇതിൽ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ അതിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഫിക്സഡ് മൾട്ടിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണാൻ പറ്റും. നമുക്ക് വേറെ വായിച്ചു നോക്കുക. ജസ്റ്റ് ഫിക്സഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ ഞാൻ അവിടെ 0.01 ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലും ഓട്ടോമാറ്റിക്കായിട്ട് 0.01 ട്രേഡ് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുകയോ സിസ്റ്റം ഓൺ ചെയ്തിടുകയോ 24 hours സിസ്റ്റം ഓൺ ചെയ്യുകയോ ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് ട്രേഡിംഗ് ആണ്. ലാഭങ്ങളുണ്ടാവാം, നഷ്ടങ്ങളുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. അയ്യോ ഒരു കോപ്പി ട്രേഡിങ് വന്നല്ലോ, ഇനി എൻ്റെ ഇതായി, ഇനി ഫുള്ള് പ്രോഫിറ്റാണ് അല്ലെങ്കിൽ ഫുള്ള് ലോസാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റും ലോസും ഒക്കെ ഇതായിട്ടായിരിക്കും വരിക. മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു, മാർക്കറ്റ് നമ്മുടെ എഗനിസ്റ്റ് പോവുകയാണെങ്കിൽ ദാറ്റ് വി ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്, അല്ലേ? ആ മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിനി കൊണ്ടുവരുന്നുള്ളൂ, ചെയ്യുന്നുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എക്സമിൽ തന്നെ, എക്സമിലായാലും വാൻറ്റേജിലായാലും ഓക്കെ, ഇപ്പോൾ മായാവി CT7 എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രാറ്റജി വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വേറൊരു സ്ട്രാറ്റജിയും കൂടെ വരുന്നുണ്ട്, മായാവിൻ്റെ തന്നെ വേറൊരു സ്ട്രാറ്റജി. അങ്ങനെ 2 സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ഇടുന്നത്. ഓക്കെ, 2 സ്ട്രാറ്റജി ഉണ്ടാവും. 2 സ്ട്രാറ്റജിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 2 സ്ട്രാറ്റജിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം? ഇൻവെസ്റ്റർ അക്കൗണ്ട് 2 ക്രിയേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇൻവെസ്റ്റർ അക്കൗണ്ട് 2 ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് CT7 ഉപയോഗിക്കുക, ഒരെണ്ണം വേറെ അടുത്ത് വരുന്ന ഒരെണ്ണോടെ അതിലും കൂടെ ഉപയോഗിക്കുക. സിമ്പിൾ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. എക്സം ഉള്ളവർ കാര്യം ചെയ്തുകൊള്ളുക. XNS ഉള്ളവർ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊള്ളുക. വേറെ ഒരു നിവൃത്തിയില്ല നമുക്ക് ഇന്ത്യയിൽ. ഓക്കെ, അതുകൊണ്ട് ഐ എം വെരി സോറി ഫോർ ദാറ്റ്. നിങ്ങൾ വാൻറ്റേജോ എക്സം ആകുമ്പോൾ നമ്മൾ ഇടുന്നതിൻ്റെ ഒരു ബോണസും കൂടെ കിട്ടും. ഓക്കെ, എക്സം നിങ്ങൾ, അല്ലെങ്കിൽ വാൻറ്റേജ് നിങ്ങൾ അക്കൗണ്ട് വേഗം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ID F7 അഡ്മിനിലേക്ക് അയയ്ക്കുക. ഓക്കെ.